തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ശ്രമകരമായ ജോലികളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം മുൻകൂട്ടി പ്രവചിക്കുക എന്നത്. എക്സിറ്റ് പോളുകളും മറ്റുമൊക്കെ പലപ്പോഴും കൃത്യതയില്ലാതെ പാളിപ്പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിരിക്കുന്ന ഒരു മുഖമുണ്ട്. പ്രവചന സിംഹം എന്നൊക്കെ പലരും സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന CP റാഷിദ്, കോഴിക്കോട് സ്വദേശി. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രവചനം ഏതാണ്ട് അച്ചട്ടായി മാറിയിരിക്കുന്നു അല്ലേ? എന്തായിരുന്നു ആദ്യ പ്രവചനം? ആദ്യം തന്നെ നിങ്ങൾ എന്നെ വിശേഷിപ്പിച്ച സിംഹം എന്നുള്ളത് അങ്ങേയറ്റ കനമേറിയ വാക്കാണ്. അത് ഈ നിലവിലെ അവസ്ഥയിൽ നിങ്ങൾ വിളിച്ചോളൂ. പക്ഷെ ഭാവിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പും അതിൻ്റെതായ റിസ്ക് ഉള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ഒരു സിംഹത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല എഫേർട്ട് ഉണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് ശരിയാക്കി എടുക്കുക എന്നുള്ളത് കഠിനാധ്വാനമുള്ളതാണ്. അതിന്റെ റിസ്ക് വലിയ രീതിയിലാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് താങ്കളുടെ പ്രവചനം എത്ര സീറ്റുകൾ വെച്ചായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 91 102 വരെയായിരുന്നു പറഞ്ഞത്. ആ 102ലാണ് നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ BJPക്ക് 0 മുതൽ 3 വരെ സീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 സീറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കി ഭാഗം ആ രീതിയിൽ ലെഫ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പറിലേക്ക് വന്നതിന്റെ വ്യക്തിപരമായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ വലിയ രീതിയിൽ ഒരു ബാലൻസിങ് സർവേകൾ വന്നുകൊണ്ടിരുന്ന ഒരു സമയത്തായിരുന്നു. ഇടതുപക്ഷത്തിന് സാധ്യതകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു അതൊക്കെ വന്നത്, ഒപ്പീനിയൻ പോള്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് ദിവസം, ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ചെയ്യാറില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ നമ്മുടെ ഈ ഏർപ്പാട് കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് വോട്ട് പെട്ടിയിൽ വീണതിന് ശേഷമാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ തെരഞ്ഞെടുപ്പും കാത്തിരുന്ന് പോളിംഗ് ഒരു എത്ര ശതമാനം പോകുന്നു എന്നുള്ള ഏകദേശ കണക്കെ അന്ന് കിട്ടും. അത് കിട്ടിയതിന് ശേഷമാണ് അത് കൂടി എൻ്റെ ഒരു ഫൈനൽ കണക്കിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു ഗുണകരമാകുന്നതായതുകൊണ്ട് അതുകൂടി കഴിഞ്ഞ് ഒരു 6 മണിക്കായിരുന്നു ഞാൻ പ്രഡിക്റ്റ് ചെയ്തത്. അപ്പോൾ ആ 100 സീറ്റിന്റെ സാധ്യത പറഞ്ഞപ്പോൾ പലരും, അത് കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ പോലും, നീ എടുത്തത് റിസ്ക് അല്ലടാ എന്ന് വിളിച്ച് ചോദിച്ച ആളുകളുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ ബോധ്യമായിരുന്നു അത് അങ്ങനെ സംഭവിക്കും എന്നുള്ളത്. അത് ഒരു അഹങ്കാരമോ അമിതമായ ആത്മവിശ്വാസമല്ല. അത്തരം ഉയർന്ന കോൺഫിഡൻസ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ശരിയായി വന്നിട്ടുണ്ട് എന്നുള്ളതിൽ നിന്നുള്ള കുറച്ച് ബോധ്യങ്ങളായിരുന്നു. ഈ സാധാരണ കൊട്ടത്താപ്പ് കണക്കുകളും ബാലൻസിങ്ങുകളും ഒക്കെയാണ് വരാറ് അല്ലേ? ഒരു നമ്പർ അങ്ങ് പറയും, പിന്നീട് അതിൽ തൂങ്ങി നിൽക്കുക. പക്ഷെ എങ്ങനെയാണ് ഈ 102 എന്ന ഒരു മാജിക് നമ്പർ അതിലേക്ക് എത്താൻ? 100 കഴിഞ്ഞിടുക എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലൊരു സാഹചര്യത്തിൽ ഇത്തിരി സാഹസമാണ്. കാരണം മന്ത്രിമാർ മത്സരിക്കുന്നു, ജനകീയരായ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന MLA-മാരൊക്കെ മത്സരരംഗത്തുണ്ട്. അത്ര താത്തു കൊടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു കുത്തക മണ്ഡലവും കേരളത്തിലില്ല. ജനങ്ങൾ പഴയ കാലത്തെ പോലെയല്ല. കൃത്യമായ വിശകലനം നിങ്ങൾ മാധ്യമപ്രവർത്തകനോ ഈ പണിയെടുക്കുന്ന ഞാനോ കാണുന്നതിനപ്പുറമായ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ മനുഷ്യരുണ്ട് എന്നുള്ളതാണ് പയ്യന്നൂർ പോലും നമ്മളെ മുന്നിലേക്ക് തെളിയിക്കുന്നത്. പല മണ്ഡലങ്ങളും ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ജനം ആ രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളതിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല. പിന്നെ മന്ത്രിമാർ പരാജയപ്പെടും എന്നുള്ളത് ഈ 102 സീറ്റ് ഞാൻ പറയുമ്പോൾ അതിൽ ഏതൊരു മനുഷ്യനും ഊഹിക്കാം എത്രത്തോളം മന്ത്രിമാരുടെ പരാജയം അതിൽ സംഭവിക്കും. ആ രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടിച്ച് കയറ്റുക എന്നുള്ളത് ഒരു ഘട്ടത്തിൽ എന്നെ ചില മാധ്യമങ്ങൾ സമീപിച്ച ആ ഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ഷൻ റിസൾട്ട് വരുന്നത് സായാഹ്നത്തിൽ ഒരുപക്ഷെ ചെങ്കൊടികൾ പോലും കണ്ണീരണിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. അത് പക്ഷേ ഞാൻ ഫേസ്ബുക്കിലൊക്കെ കുറിച്ചാൽ അതിന് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും, ആളുകളെ പ്രകോപിപ്പിക്കും എന്നുള്ളതുകൊണ്ട് ആ തരത്തിൽ കുറിപ്പിലേക്ക് ഞാൻ പോയില്ലെങ്കിലും എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ഒരുപാട് സഖാക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ എന്നോട് ഒരു സഖാവ് വന്നിട്ട് പറഞ്ഞത്, അന്ന് നിന്നെ ഞാൻ തെറി വിളിക്കാത്തത് നീ ആയതുകൊണ്ടാണ്, ഇന്ന് എന്നെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു പോയതാണ്. എന്താ വെച്ചാൽ അത് ഇടത് രാഷ്ട്രീയമുള്ള മനുഷ്യരെ ഒന്നാകെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇടത് രാഷ്ട്രീയം എന്ന് പറയുന്നത് പല മനുഷ്യരിലും ആനുപാതികം അതിന്റെ ലെവൽ പറയും. ഒരു എന്ത് തന്നെയാലും കേരളത്തിലെ മഹാഭൂരിപക്ഷത്തിന്റെ ഉള്ളിൽ ഒരു ഇടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരം മനുഷ്യരെ സകലരെയും കണ്ണീരണിയിച്ചു എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടി തിരിച്ചറിയണം. മനുഷ്യരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തുടർകാലങ്ങളിലെങ്കിലും കൃത്യമായ പ്രതികരണങ്ങൾ നടത്തണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ മെറിറ്റിൽ പ്രതികരിക്കണം. ജനം ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയത്തെ മാത്രമേ കേരളത്തിൽ സ്വീകരിക്കൂ എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എന്താണ് ഇതിന്റെ ഒരു മെത്തഡോളജി? എങ്ങനെയാണ് ഈ ഒരു കണക്കുകളിലേക്ക് എത്തുന്നത് താങ്കൾ? ഇതിന്റെ ഒരു സിമ്പിൾ ഏരിയ എന്ന് പറയുന്നത്, പലരും വോട്ട്, ഞാൻ മാത്രമല്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ ശരിയായി വരുന്നു എന്നുള്ളത്. ചിലരൊക്കെ ഈ രീതിയിൽ സർവേകളും കാഴ്ചപ്പാടുകളിലും ഒരുപാട് മനുഷ്യരുണ്ട്. പലരും കാണിക്കുന്നത് എന്ന് പറയുന്നത് വോട്ടെണ്ണാണ് എടുക്കുക. പല മുൻകാല തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണ അത് ഇതൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ പറയുന്നത് വോട്ടെണ്ണ ഒരിക്കലും എടുക്കരുത്. വോട്ടിന്റെ ശതമാനത്തിലാണ് പബ്ലിക്കിന്റെ മൈൻഡ് ഉള്ളത്. മൈൻഡ് മാറുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാൻ ശ്രമിക്കുന്നത് BJP ആണ്. ആ BJP രാഷ്ട്രീയം പറച്ചിൽ ഈ നാട്ടിലെ മനുഷ്യരെ എത്രത്തോളം സ്വാധീനിക്കുന്ന ഉദാഹരണമാണ്. അതുപോലെ ഓരോ കാര്യത്തിലും മനുഷ്യരുടെ മൂഡ് എത്രത്തോളം മാറുന്നുണ്ട് എന്നുള്ളത് പെർസെൻറ്റേജിലാണ് എപ്പോഴും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറ്. അത് കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഇത് പലരും ചോദിക്കും, നീ എന്ത് മെത്തഡോളജി, ഇതിന് എന്ത് ശാസ്ത്രീയത ഉള്ളത്, എന്താണ് നിന്റെ
ഇതിൻ്റെ ഏരിയ എന്നുള്ളത്. ഇതിൽ കണക്ക് എന്ന് പറയുന്നത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ശാസ്ത്രീയമാണ് ഒരു ഘട്ടം വരെ. അവിടം വരെ തെരഞ്ഞെടുപ്പ് ഹിസ്റ്ററികളും മറ്റ് പല സമവാക്യങ്ങളും സാമുദായികമായ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ ഒക്കെ ഒരു ഡീപ്പ് റൂട്ടുണ്ട്. അതിൽ കണക്കുണ്ട്, ശാസ്ത്രീയതയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ ഈ സെഫോളജി ഈ ഒരു വിഷയത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു ശൂന്യത അനുഭവപ്പെടും. അവിടെ ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മുടെ ബോധ്യങ്ങളെ നമ്മൾ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നമ്പറുകളായാലും ശതമാനമായാലും രാഷ്ട്രീയ സാഹചര്യങ്ങളെ നമ്മൾ അതിന് ആനുപാതികമായി കൊടുക്കുന്ന സ്കോറുകളായാലും അത് നമ്മളെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ ഒരു കര പറ്റുന്ന രീതിയിലേക്ക് ഉറച്ച് നമ്മളങ്ങ് ഫിറ്റ് ചെയ്യുമ്പോൾ അത് ശരിയായി വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യങ്ങൾക്കോ അത് വിശദീകരിക്കുന്നതിനോ ഒരു ഇടയില്ല. അവിടെ നമ്മൾ മാത്രമാണ്, ഞാനെന്ന വ്യക്തി മാത്രമാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ. അത് ഒരു വലിയൊരു എഫേർട്ടുള്ള ഒരു വേദനയുള്ള ഇട ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കാണുമ്പോൾ ശരിയായി വരുമ്പോൾ അഭിനന്ദിക്കാൻ ഏറെ ആളുകളുണ്ടെങ്കിലും ഒന്നോ രണ്ടോ പരാജയങ്ങൾ വലിയ രീതിയിൽ കല്ലേർ കിട്ടിയ ഒരാളാണ് ഞാൻ. ഉദാഹരണത്തിന് ചേലക്കരയെ ഞാൻ CPM കൊടുത്തത് 44% ശതമാനം അതൊക്കെ കറക്റ്റായിരുന്നു. അവിടെ BJPയുടെ വലിയ രീതിയിലുള്ള വോട്ട് പിടുത്തം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് PP ദിവ്യയുമായി ബന്ധപ്പെട്ടിട്ട് മാധ്യമങ്ങൾ CPM അങ്ങേയറ്റം വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വേട്ടയാടലിനൊപ്പം കേരളം നിന്നിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ സാഹചര്യത്തിൽ. അത് ചിലത് നമ്മൾ സർക്കാരിനെതിരായിട്ട് നമ്മളൊരു അളവിട്ടാൽ ആ അളവിൽ സർക്കാരിനെ ജനം വിലയിരുത്തുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം വരും. അത് പാളിക്കഴിഞ്ഞാൽ പ്രഡിക്ഷനിൽ പാളിച്ച് സംഭവിക്കും എന്നുള്ളത് എൻ്റെ ഒരു ബോധ്യമാണ്. രണ്ടാമത് എനിക്ക് പറ്റിയത് 18-19 തെരഞ്ഞെടുപ്പിൽ ഹരിയാനയായിരുന്നു. ഹരിയാന ഇന്നും രാജ്യത്ത് ഒരു വല്ലാത്ത ഒരു മിറാക്കിളായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ രാജ്യത്തെ എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുമ്പാണ് ആ തെരഞ്ഞെടുപ്പിലോട്ട്. എക്സിറ്റ് പോളിന് ശേഷം ഇട്ട് കഴിഞ്ഞ ആളുകൾ പറയും അതിൻ്റെ കോപ്പിയാണെന്ന്. അപ്പോൾ അന്ന് ഇട്ടത് രാവിലെ വോട്ടെണ്ണി 10-11 മണി വരെ അത് വളരെ കൃത്യമായിരുന്നു. പല സുഹൃത്തുക്കളും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നമ്മുടെ നാട്ടിലെ ന്യൂസ് പേഴ്സൺസ്, മാധ്യമ പ്രവർത്തകരെ എന്നെ വിളിച്ച് അനുമോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ സാഹചര്യം. പക്ഷെ പൊടുന്നനെ ഒരു വോട്ട് മറിയലാണ് അന്ന് സംഭവിച്ചത്. ചിലപ്പോൾ സംഭവിക്കാം, അതിൻ്റെ സാങ്കേതികം നമ്മൾ പറയേണ്ടതിൽ അത് രാജ്യത്ത് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ 2 തെരഞ്ഞെടുപ്പാണ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. 18-ൽ 2 ബാക്കി പലതും ഇതുപോലെ തന്നെ 100 സീറ്റ് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും 96 മുതൽ 104 വരെയായിരുന്നു ഞാൻ പറഞ്ഞത്. 96, 104 ചെറിയൊരു ഗ്യാപ്പാണ്. അതിൽ 99ലാണ് അന്ന് ഫിനിഷ് ചെയ്തത്. അതേപോലെ ഷാഫി പറമ്പിലുമായിട്ടുള്ള ശൈലജ ടീച്ചറുടെ മത്സരത്തിൽ 1,14,000 ഞാൻ പറഞ്ഞത്. 14,506 ഷാഫി പറമ്പിൽ ഫിനിഷ് ചെയ്തത്. അതിനൊക്കെ 1 ലക്ഷമൊക്കെ ഷാഫിക്ക് ടീച്ചർക്കെതിരെ പ്രെഡിക്റ്റ് ചെയ്ത ആ കാലഘട്ടത്തിൽ സൈബർ സ്പേസിൽ ഇടത് എന്ന് പറയുന്നത് എന്നെ അറ്റാക്ക് ചെയ്യുമെങ്കിലും വ്യക്തിപരമായി എനിക്ക് വേറെ കോൺടാക്റ്റുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അതിനും സൈബർ ലെഫ്റ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൽ ചില ആളുകൾ അതിഭീകരമായിട്ട് മനുഷ്യരെ വേട്ടയാടും. ഒരു എതിരഭിപ്രായം പറയാൻ ഇടത് രാഷ്ട്രീയത്തിൽ അവർക്ക് എന്താണ് എതിരഭിപ്രായം പറയുന്ന മനുഷ്യരെ തടയാൻ, ഒരു എതിരഭിപ്രായം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകനെ മാപ്ര എന്ന് വിളിക്കുന്ന ഇടത് സംസ്കാരം ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അത് തിരിച്ചറിയാതെ ഇവർ സൈബർ സ്പേസിൽ ഇരുന്ന് മനുഷ്യരെ വേട്ടയാടിയതിൻ്റെ കൂടി ഈ കണക്കെടുപ്പിൽ അടയാളപ്പെട്ടിട്ടുണ്ടാവാം. ആ പാർട്ടി അത് തിരിച്ചറിയണം. ഈ നാടിന്റെ രാഷ്ട്രീയത്തിന്റെ ഭൂമികയിൽ ഇടതുപക്ഷത്തിന് സ്ഥാനമുണ്ട്. ആ സ്ഥാനം ആ പാർട്ടി തിരിച്ചു പിടിക്കുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ആ രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ വലിയ രീതിയിലുള്ള ശ്രമം ആ രാഷ്ട്രീയ പാർട്ടി നടത്തിയില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളും മുന്നിലുണ്ട്. ഇതിപ്പം ഇതിൻ്റെ ഒരു പടിയിറക്കത്തിൻ്റെ തുടക്കം നോക്കിയാൽ ഇപ്പോൾ PV അൻവർ ആദ്യം പാർട്ടിക്കുള്ളിൽ കലാപക്കൊടി ഉയർത്തുന്നു. അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. പോകുന്നെങ്കിൽ പോട്ടെ എന്ന നിലപാടിൽ സ്വീകരിക്കുന്നു. പിന്നീടാണ് G. സുധാകരൻ ഈ CPM പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര വേദനയൊക്കെ സൃഷ്ടിച്ച ഒരു പടിയിറക്കമായിരുന്നു. അദ്ദേഹത്തെയും ഒരു ചിരിയിലൂടെ ഇറക്കി വിടുന്നു. പിന്നീട് തളിപ്പറമ്പും പയ്യന്നൂരും ഒക്കെ പോകുന്നു. ഈ CPM-ൽ ഒരു ആഭ്യന്തര കലഹങ്ങളും ഒരു പരിധിവരെ ജനങ്ങളുടെ വിശ്വാസം കുറയ്ക്കാൻ കാര്യമായിട്ടില്ലേ? അൻവറിന്റെ ഫാക്ടർ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു രീതി ഇല്ല. അൻവർ ഇപ്പോൾ വേറെ പാറ്റേണിൽ CPM-നോട് ചേർന്ന് നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞ് പോയി. പക്ഷെ G. സുധാകരൻ അങ്ങനെയായിരുന്നില്ല. G. സുധാകരൻ എന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് പ്രശ്നം ഇപ്പോൾ ഉള്ള ശൂന്യത. ഈ ജയിച്ച് വന്ന 35 MLA-മാരിൽ ഒരു പ്രതിപക്ഷമായി നിൽക്കാനുള്ള കപ്പാസിറ്റിയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ കർത്തവ്യം നിർവഹിക്കാൻ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ പോലും പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ G. സുധാകരൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്നുള്ള രാഷ്ട്രീയ നേതാവിന് തുടർഭരണം കൊടുക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ നാടിന് സ്വീകാര്യമായിരുന്നു. സമാനമായിരുന്നു ശൈലജ ടീച്ചറുടെയും കാര്യം. ആ ശൈലജ ടീച്ചർക്കും പിന്നീടുള്ള വളർച്ച കട്ടാക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ G. സുധാകരന്റെ കാര്യം എടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാന വോട്ട് എന്ന് പറയുന്ന ഒരു സഖാക്കളുണ്ട്, അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് G. സുധാകരന് സീറ്റ് കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, G. സുധാകരന് പാർട്ടിയിൽ പരിഗണന കിട്ടിയില്ല എന്നാണ് G. സുധാകരൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലും പരിഹരിക്കാതെ ഏറ്റവും ചുരുങ്ങിയത് തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിലെങ്കിലും G. സുധാകരനെ പിടിച്ചു നിർത്തണമായിരുന്നു. അങ്ങനെയുള്ള G. സുധാകരനെ പുറത്തേക്ക് പോവേണ്ട ഒരു സാഹചര്യം എത്തിച്ചു എന്നുള്ളതാണ്. അതിന് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി പറയാം. ഞാൻ ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ. പോകുന്നിടങ്ങളിലൊക്കെ എൻ്റെ ഒരു പരിശ്രമം ഇതായതുകൊണ്ട് ഞാൻ അവിടെ യാദൃശ്ചികമായ ഒരു ഓട്ടോയിൽ കയറേണ്ടി വന്നു.
സ്ഥലത്തിൻ്റെ പേരില്ല, ഹൗസ് ബോട്ടിൻ്റെ പരിസരത്ത് ഞാനൊരു കവലയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഓട്ടോ പിടിച്ചു. ഓട്ടോയിൽ പിടിച്ചപ്പോൾ ഈ ചുറ്റുവട്ടത്തും ഈ എച്ച് സലാമിൻ്റെയും സുധാകരൻ്റെയും പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു രാഷ്ട്രീയ സാഹചര്യം, അതിൽ കൂടി ഞാൻ ഈ മനുഷ്യനിലേക്ക് എത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ എങ്ങനെ പോകും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞത് ഇവിടെ സുധാകരൻ ജയിക്കും, സുധാകരൻ സാറ് ജയിക്കും. ഞാൻ ചോദിച്ചു അതെന്താ? അല്ല സുധാകരൻ സാറ് ജയിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നി ഇയാളൊരു സഖാവാണ്. ഞാൻ ചോദിച്ചു നിങ്ങൾ സഖാവാണ്? അപ്പോൾ എന്നോട് ഞാൻ സഖാവാണ്. അപ്പോൾ ആള് തുടരുന്നത് ഞാൻ സഖാവാണ്, ഞാനിപ്പം ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ് നിലവിൽ, പക്ഷെ ഞാൻ കമ്മിറ്റിക്ക് പോകാറില്ല. അത് എന്ന് പറയുന്നത് അൻവറും ജി സുധാകരനൊക്കെ പറഞ്ഞ ഒരു രാഷ്ട്രീയമുണ്ട് ഈ നിലവിലെ ഭരണകൂടത്തിനെതിരെ, ഭരണാധികാരികൾക്കെതിരെ. ആ രാഷ്ട്രീയം ഈ മനുഷ്യനെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളൊരു വ്യക്തി എന്നുള്ള നിലക്കുള്ള വിയോജിപ്പാണോ ഇത്? അല്ല, എൻ്റെ വീടിരിക്കുന്ന ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ ഇതിൽ വലിയ രീതിയിൽ ഞങ്ങൾ അനിഷ്ടരാണ്, ഇതിനോട് യോജിപ്പില്ല. ഞങ്ങൾ പിന്നെ പേഴ്സണൽ അയാളുടെ വീട്ടിലേക്കുള്ള റോഡ് കിട്ടിയില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ നമ്മൾ ഓട്ടോക്കാരും എത്ര ചാർജ് ചെയ്ത് ചോദിക്കുമല്ലോ അന്യദേശത്ത് പോകുമ്പോൾ. അപ്പോൾ 100 രൂപ പറഞ്ഞ ആ മനുഷ്യൻ എന്നെ അവിടെ കൊണ്ട് തിരിച്ച് ഓട്ടോ വരുമ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങൾ ഇത്ര രാഷ്ട്രീയം പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ ഇത്ര രാഷ്ട്രീയം പറഞ്ഞതല്ലേ, അപ്പം നിങ്ങളൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്നു. എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ വി എസിൻ്റെ വീട് ഇവിടെ അടുത്ത, നിങ്ങൾക്ക് താല്പര്യം? ഞാൻ എനിക്ക് ഭയങ്കര താല്പര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് വി എസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര സെൻറ്റിമെൻ്റൽ ഏരിയ ഉണ്ട് വി എസിന്. ഞാൻ ഫോളോ ചെയ്ത രാഷ്ട്രീയ നേതാക്കൾ വലിയ അടുപ്പോട്ട് പോകട്ടെ എന്നാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി നിർത്തി എന്നെ ഫോട്ടോ എടുപ്പിച്ച് ആ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ എഴുതി വെച്ചോ ഇവിടെ ജി സുധാകരൻ ജയിച്ചിരിക്കും. ഞാൻ പറയുന്നത് ഞാൻ സഖാവാണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പറയുന്നത് അത്രത്തോളം ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഈ ഇടതിൻ്റെ ഈ അങ്ങേ അറ്റത്ത് അടിത്തട്ടിലുള്ള ലെയറിൽ വോട്ട് കട്ടാവുന്നു എന്നുള്ള ബോധ്യം എന്നിലുള്ളത് കൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു ന്യൂനപക്ഷ ഏകീകരണത്തിനോടൊപ്പം ഈ തരത്തിലുള്ള കുറിപ്പുകൾ ഇടാനും ഈ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാനും ഞാൻ മുന്നോട്ട് വന്നത്. അല്ല, പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ ഇടത് സ്ഥാനാർത്ഥികൾക്ക് തോൽക്കും, അല്ലെങ്കിൽ CPM-ന്റെ ആളുകൾ തോൽക്കുമെന്ന് ഈ തളിപ്പറമ്പിലെ ഒരു സാഹചര്യം നമുക്കറിയാം. സ്ഥാനാർത്ഥികളുടെ ഒരു മാറ്റം, ഇപ്പം ശൈല ടീച്ചറെ പേരാവൂരിലിടുമ്പോഴാണ് ശ്യാമൾ ടീച്ചറെ തളിപ്പറമ്പിലിടുന്നത്. അതൊക്കെ പാർട്ടിക്കാർ തന്നെ മറിച്ച് വോട്ട് ചെയ്താൽ അവിടെയൊക്കെ തോൽക്കുകയുള്ളൂ. അവിടെയൊക്കെ പറയുന്നത് ഈ പയ്യന്നൂരായാലും തളിപ്പറമ്പായാലും പാർട്ടിയുടെ ബേസ് വോട്ട് കൊണ്ട് ജയിക്കുന്ന മണ്ഡലങ്ങളാണ്. ഇപ്പോൾ ശൈലജ ടീച്ചറെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശൈലജ ടീച്ചർ ഇന്നിപ്പോൾ 35 MLA-മാരിൽ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വനിതാ പ്രതിപക്ഷ നേതാവിനെങ്കിലും കേരളത്തിൽ കിട്ടുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മട്ടന്നൂർ പോലെ ഒരു മണ്ഡലത്തിൽ നിന്ന് ശൈലജ ടീച്ചർ അവിടെ കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ അതിന് കൊടുക്കുന്ന വിശദീകരണം ജനത്തിന് തൃപ്തികരമാവുമോ എന്ന് പാർട്ടി പരിശോധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തൃപ്തികരമായില്ല എന്നുള്ളതാണ്. ധർമ്മടത്ത് പിണറായി വിജയന് ഈ തരത്തിലൊരു തലശ്ശേരിയിൽ അത് സംഭവിക്കുന്നില്ല, ആ തരത്തിലുള്ള അടി കിട്ടുന്നില്ല. എന്നാൽ ധർമ്മടത്ത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഒതുക്കലുകൾ നടക്കുന്നുണ്ട് എന്നുള്ള ചർച്ചകളോടൊപ്പം ഈ സഖാക്കൾ ഈ നാടിന്റെ ഈ ഇടതുപക്ഷത്തിന്റെ അടിത്തട്ടുള്ള മനുഷ്യർ കൂടെ നിന്നത് കൊണ്ടാണ് ധർമ്മടത്ത് ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ടീച്ചറെ മട്ടന്നൂരിൽ തന്നെ നിർത്തി ജയിച്ച ഒരു വനിതാ പ്രതിപക്ഷ നേതാവുണ്ടായിരുന്നെങ്കിൽ അത് വലിയൊരു മാറ്റത്തിന്റെ സൂചന പ്രതീക്ഷ കൊടുക്കുമായിരുന്നു. അടുത്തൊരു വനിതാ മുഖ്യമന്ത്രിയിലേക്ക് അതിനുള്ള ഒരു പ്രതീക്ഷ ജനത്തിന് കൊടുക്കാമായിരുന്നു. അതുപോലെ സംഭവിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് മെക്കാനിസം ചലിപ്പിച്ചതിൽ ഇടതുപക്ഷത്തിന്റെ അതിന്റെ പൊളിറ്റിക്കൽ പോളിസികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചില ആളുകളെ ഏൽപ്പിച്ചു, ചില മാധ്യമ മേഖലയിൽ നിന്നൊക്കെ പിരിഞ്ഞുപോയ ആളുകൾ ഈ രീതിയിൽ ഇതിനെ ആളുകൾ ഇന്നത്തെ കാലത്ത് ഇലക്ഷൻ ഇപ്പോൾ PR വർക്കുകൾ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആവണം. നമ്മളിപ്പോൾ വിത്തിടുകയാണെങ്കിൽ മണ്ണ് പരിശോധിക്കണം. മണ്ണിന് സ്യൂട്ടല്ലാത്ത വിത്തിട്ടാൽ മുളക്കില്ല. അത് രാഷ്ട്രീയ പ്രതലം മനസ്സിലാക്കാതെ ഈ അടിച്ചേൽപ്പിക്കലുകൾ നടത്തിയതിന്റെ ദുരന്തമാണ് ഈ നടക്കുന്നത്, ഈ റിസൾട്ടായി മാറിയത്. ഈ മൈനോറിറ്റി ഒരു കൺസോൾട്ടേഷൻ നമ്മൾ അത്തരം മണ്ഡലങ്ങൾ നോക്കി. ഇപ്പോൾ മലപ്പുറത്ത് 5 അക്കത്തിന്റെ വലിപ്പമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മണ്ഡലങ്ങളിലും 6 തലച്ച് വോട്ട് ചെയ്യുന്നു. 2 സീറ്റ് ഉണ്ടായിരുന്ന പോകുന്നു, ഒരു ക്ലീൻ സ്വീപ്പ്. കോഴിക്കോട് ജില്ലയിലും ഈ മൈനോറിറ്റി മെജോറിറ്റി ആവുന്ന ഇടങ്ങളിലൊക്കെ ഒരു സ്വീപ്പ്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, എറണാകുളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. ഇടുക്കിയിലൊക്കെ കുറേ വർഷങ്ങളായിട്ട് MLA-മാരില്ലാത്തൊരു സ്ഥലം കൂടിയായിരുന്നു. പാർലമെന്റിലൊക്കെ പെർഫോം ഉണ്ടല്ലോ. അത്തരം ഏരിയകളിൽ പ്രത്യേകിച്ചും ഈ ക്രൈസ്തവ മുസ്ലിം മേഖലകളിൽ ഒരു വലിയ വോട്ടിംഗ് ഉണ്ട്. എന്നാൽ തൃശ്ശൂരിലും പാലക്കാടും അത് അത്ര വർക്കൗട്ട് ആയിട്ടുമില്ല. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ട് ഈ മൈനോറിറ്റി വിഷയം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മൈനോറിറ്റി വിഷയം ഒരു ഫാക്ടറായിരുന്നു. പക്ഷെ ഒപ്പം തന്നെ സർക്കാർ വിരുദ്ധ വോട്ടുകളും എല്ലാം കൂടി ഒരുമിച്ച് വന്നതാണ് ഇതുപോലെ കൊടുങ്കാറ്റായി മാറിയത്. മൈനോറിറ്റി എന്ന് പറയുമ്പോൾ മൈനോറിറ്റിയെ പൊതുവെ കേരളത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒരു പരിധിവരെ, അതിനുശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഭയപ്പാടുണ്ട്. രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഭയപ്പാടിലേക്ക് എത്തിക്കുന്നുണ്ട്. അത്തരം ആളുകളാവുമ്പോൾ അവരുടെ
ഫോക്കസ് മാറും. അപ്പോൾ അവർ സ്വിംഗ് വോട്ടേഴ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിസൾട്ടിനെ ബാധിക്കുന്നത്. സ്വിംഗ് വോട്ടേഴ്സിനെ നമ്മൾ സ്പ്ലിറ്റാക്കി സാമുദായികമായ ഒരു സ്പ്ലിറ്റിംഗ് നടത്തുമ്പോൾ അത് എൻ്റെ ഒരു മെത്തേഡിൻ്റെ റൂട്ടാണ്. അത് മനുഷ്യർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ സ്വിംഗ് വോട്ടേഴ്സിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് വലിയ രീതിയിൽ ചലനം ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായില്ല. എനിക്ക് മാത്രമല്ല, നാട്ടിലുള്ള സകല മനുഷ്യർക്കും അത് ഉണ്ടായിരുന്നു. അതിൻ്റെ സാഹചര്യം അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് നമ്മൾ രാഷ്ട്രീയം കാണുന്ന ഏതൊരാൾക്കും പറ്റും. അതേപോലെ തന്നെ പിന്നെ UDFന്റെ വോട്ട് ആക്റ്റീവ് ആവുക എന്ന് പറയുന്നത് മൈനോറിറ്റി വോട്ടുകൾ ആക്റ്റീവ് ആകുമ്പോഴാണ് UDF വലിയ വിജയങ്ങൾക്ക് ചരിത്രത്തിൽ പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് UDFന്റെ വോട്ട് ബാങ്കിൽ ഈ പ്രബലമായിട്ടുള്ള ന്യൂനപക്ഷത്തിന്റെ എല്ലാ കാലത്തും സ്വാധീനം വലിയ രീതിയിലാണ്. അതിനൊപ്പം ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ BJPയുടെ വോട്ട് പ്രതീക്ഷിച്ച സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും വോട്ടിംഗ് പെർസെൻറ്റേജ് 14 ആ റേഞ്ചിലാണ് നിന്നത്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്. BJPക്ക് ആ രീതിയിൽ വോട്ട് പിടിക്കാൻ പറ്റിയില്ല. അതായത് ഈ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ കേരളത്തിലുണ്ട്. താങ്കൾ ഒരുപാട് വിമർശിക്കപ്പെട്ടതാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കുറിപ്പ് ഇല്ലേ? താങ്കളത് പ്രതീക്ഷിച്ചായിരുന്നു. പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ വിഭാഗം പൂർണ്ണമായി അകലുകയും ഒറ്റയിടത്ത് പോലും ജയിക്കാൻ കഴിയാതെ നിയമസഭയിൽ ഇനിയും മാണി ഗ്രൂപ്പിന് ആളുകളില്ല കുറേ നാളുകൾക്ക് ശേഷം ഇല്ലേ? അതേതാണ്ട് പി ജോസഫിന്റെ ഭാഷയിൽ ഇനി ഒറ്റ കേരള കോൺഗ്രസ് ഇപ്പോൾ നിലവിലുള്ളൂ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണല്ലോ ഇക്കുറിപ്പിട്ട് 3 മാസം മുമ്പ് ഈ മുന്നണി മാറ്റത്തിലേക്ക് ജോസ് കെ മാണി പോകും എന്നുള്ള ഒരു ചർച്ചയിൽ അന്നത്തെ ട്രെൻഡിനനുസരിച്ച് ഞാൻ കുറിപ്പിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0 മുതൽ 2 വരെ സീറ്റിലേക്ക് കേരള കോൺഗ്രസ് മാണി ഒതുങ്ങിയാലും അത്ഭുതപ്പെടേണ്ട. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മാണി കോൺഗ്രസ് എന്ന് പറയുന്നത് അത് വലത് UDFന്റെ ഒരു വോട്ട് ബാങ്കാണ്. അത് നമ്മൾ അതിനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മാണി ഗ്രൂപ്പിന് ഒരു ചലനവും ഇടത് വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് 2019 വോട്ടിന്റെ ഗ്രാഫിൽ നിന്ന് ഒരു വളർച്ചയും ഈ കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട സീറ്റുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല. അത് പൊതു ട്രെൻഡിനനുസരിച്ച് വോട്ട് കുത്തും. അത് UDFന് അനുകൂലമാണെങ്കിൽ ആ രീതിയിൽ കുത്തും. അത് ഒരർത്ഥത്തിൽ ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവ് മാണി സാറിന്റെ ഒരു പിന്മുറക്കാരനായി ആ പാർട്ടിയിൽ നയിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ദീർഘവീക്ഷണം ഇല്ലായ്മ കൃത്യമായി തെളിഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടി 0-ലേക്ക് പോവുക എങ്ങനെയാലും മാണി സാർ ഉള്ള കാലത്ത് അത് അതിൻ്റെ തലയോർത്തി നിന്നിട്ടുണ്ടായിരുന്നു. ഏത് മുന്നണിയിലും ഇനി മുന്നണിയിൽ ഗതി കിട്ടാതെ നിൽക്കുമ്പോൾ മറുകണ്ഠം ചാടിയും ആ രാഷ്ട്രീയ പാർട്ടിയെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പരിപൂർണമായി പരാജയപ്പെട്ടു പോകുന്നു. അതിൽ ജോസ് കെ മാണി ഒരു സെന്റിമെന്റൽ റൂട്ടാണ് പിടിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിണറായി വിജയൻ കൊടുത്ത അഭയത്തെ അദ്ദേഹം ദീർഘകാലത്തേക്കുള്ള റൂട്ടാക്കി മാറ്റി എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയമായ വലിയ പരാജയമാണ് ആ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് തിരിച്ചു കയറാൻ ആ പാർട്ടിക്ക് വലിയ പണിയായിരിക്കും. പ്രത്യേകിച്ച് അതിന്റെ ഗുണം കോൺഗ്രസിന് കിട്ടിയെന്നാണ് ആ ജോസ് കെ മാണി ഈ UDFന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ അതിന്റെ വലിയ രീതിയിലുള്ള ക്രെഡിറ്റ് അവർക്ക് അവകാശപ്പെടായിരുന്നു. അതില്ലാതായതോടുകൂടി ഇടുക്കിയിലും കോട്ടയത്തും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി വലിയ രീതിയിൽ ഉത്തേജിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പുനർജന്മം അവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും അവിടുത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ കിട്ടിയിട്ടുണ്ട്. മറുഭാഗത്ത് CPM ആണെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയെ ഉൾക്കൊണ്ടതോടുകൂടി അവിടെ ക്രൈസിസിലുമാണ്. ഇനിയിപ്പം കോൺഗ്രസ് ആണ് ഭരണത്തിൽ കയറാൻ പോകുന്നു. ഈ മുഖ്യമന്ത്രിയൊക്കെ ആരാവും? ഇപ്പം സതീശന്റെ പേര് തന്നെ പരക്കെ പറഞ്ഞു വെക്കുന്നു. പക്ഷേ മറ്റ് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആരാവും മുഖ്യമന്ത്രി എന്നാണ് താങ്കളുടെ പ്രവചനം? ഈ തരം കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ജനമല്ല തീരുമാനിക്കുക. ഒരു അതോറിറ്റി കൂടി തീരുമാനിക്കുക അവരുടെ ഡിസിഷൻ. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലല്ല. രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഈ തെരഞ്ഞെടുപ്പും കുറെ കാലമായിട്ട് VD സതീശനെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ VD സതീശന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു അഴകുഴമ്പൻ നിലപാടുകളാണ്. പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തിരുന്നാലും സ്റ്റേബിളായ ഡിസിഷൻസ് പറയില്ല. അപ്പോൾ ഇതിൽ നിന്ന് VD സതീശൻ പക്ഷം പറഞ്ഞു തുടങ്ങിയിരുന്നത് കൃത്യമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഓരോ വിഷയങ്ങളിലും അഭിപ്രായം ഉണ്ടാവും. ആ ഒരു അഭിപ്രായത്തിൽ 45% മനുഷ്യർ അനുകൂലിച്ചാൽ ആ രാഷ്ട്രീയ നേതാവ് വിജയിച്ചു. ആ തരത്തിൽ കൃത്യമായ ഓരോ വിഷയങ്ങളുടെ മെറിറ്റ് അനുസരിച്ച് പ്രതികരിച്ചു പോയി. ചില ഘട്ടങ്ങളിൽ നമുക്കൊക്കെ വിയോജിപ്പുണ്ടാവുക. എന്നിരുന്നാലും ആ അഭിപ്രായം പറച്ചിലൂടെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നടത്തിയ ജാഥ ഉണ്ടായിരുന്നു. അദ്ദേഹം നടത്തിയ ജാഥ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഗോവിന്ദമാഷ ജാഥ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. 2-3 ജില്ലകളിൽ ആ ജാഥയുടെ റൂട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ മനുഷ്യർ വലിയ രീതിയിൽ ഈ ഒരു വെയിലത്തായിരുന്നു ജാഥ നടന്നത്. വലിയ വെയിലുണ്ടായിരുന്ന സമയത്ത് നട്ടുച്ചക്ക് പോലും 10,000-കണക്കിന് മനുഷ്യർ ആ മനുഷ്യനെ കേൾക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് VD സതീശനുള്ള ഒരു പിന്തുണയായിരുന്നു. പിന്നെ VD സതീശന ഈ നാടിനോട് തുറന്ന് കോൺഗ്രസ് പറഞ്ഞില്ലെങ്കിലും VD സതീശൻ മുഖ്യമന്ത്രി ആവും എന്നുള്ള പ്രതീക്ഷ ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ വരുമ്പോൾ ജനവികാരത്തെ മാനിക്കുകയാണെങ്കിൽ നീതി VD സതീശന് അനുകൂലമാവണം. അത് ഒരു നിശ്ചയമാണ്. ജനം അതല്ല എങ്കിൽ ചില മനുഷ്യർ ഇന്നലെ പോലും പേഴ്സണലി സംസാരിക്കുമ്പോൾ സ്വകാര്യമായ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞത് തമാശയായി പറഞ്ഞത് എന്റെ ചെയ്ത വോട്ട് തിരിച്ചിങ്ങി തരേണ്ടി വരുമെന്ന് കോൺഗ്രസ്സുകാരൻ എന്റെ ഉണ്ട്. എന്താ വെച്ചാൽ ആ രീതിയിലല്ലാതെ കുറുക്കു വഴികളിലൂടെ അധികാര സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് എവിടെ നിന്നാണ് തിരിച്ചു വന്നത് എന്നുള്ള ഒരു ചിന്ത ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവണം. 2004 എന്റെ ഓർമ്മ വാജ്പേയി സർക്കാർ ഒരു ഘട്ടത്തിൽ 5 വർഷം രാജ്യം ഭരിച്ചപ്പോൾ കോൺഗ്രസ് വീണു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പലരും
പിന്നീട് തിരിച്ചു വരുമെന്ന് ആ ശങ്കിച്ച ഒരു ഘട്ടത്തിൽ മൻമോഹൻ സിംഗ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു ഘട്ടം കൂടി കൊടുത്തു. അപ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായി ഇതിനെ കൊണ്ടുപോയില്ലെങ്കിൽ പരിപൂർണമായ നാശം കോൺഗ്രസ് സംഭവിക്കും. അതേപോലെ കോൺഗ്രസ് കേരളത്തിൽ വീണ് പോയിട്ടുണ്ടായിരുന്നു. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു 100 സീറ്റ് നീ പറയുമ്പോൾ 65-63 സീറ്റ് കോൺഗ്രസിന് കിട്ടണം, 60-ന് മേലെ എവിടെ നിന്ന് കിട്ടാനാണ്? ഈ ഇടത് കോട്ടകളൊക്കെ പൊളിച്ചിട്ട് അവർ വരുമോ? അപ്പോൾ അങ്ങനെ ജനം ഈ പാർട്ടിക്ക് വോട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ മാനിക്കുക എന്നുള്ളതാണ് ആ രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ട നീതി. അത് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതല്ല എങ്കിൽ തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജനത്തിനെ നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് അത് പ്രതികൂലമായി ബാധിക്കും. അത് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയത്തെ കൃത്യമായ റൂട്ടിൽ ചലിപ്പിക്കേണ്ട ബാധ്യത കോൺഗ്രസിന്റെ എംപിമാർക്കാണ്. വരാനിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ ഒരു വെള്ളം ചേർക്കലുകൾ ഉണ്ടായാൽ ഈ കൂടിയ ആൾക്കൂട്ടമാണ് കോൺഗ്രസും UDF-ഉം. ആ ആൾക്കൂട്ടം അതിൻ്റെതായ രീതിയിൽ പ്രതികരിക്കും. അതിന്റെ രാഷ്ട്രീയത്തെക്കാൾ അതൊരു ആൾക്കൂട്ടമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആ രീതിയിൽ കാണുന്നതായിരിക്കും കോൺഗ്രസിന്റെ സുഗമമായ മുന്നോട്ട് പോക്കിൽ ഗുണം ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും 18 തെരഞ്ഞെടുപ്പുകൾ പ്രവചിച്ചു, അതിൽ 16 കൃത്യമായി മാറി എന്നതാണ്. ഒപ്പം ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതൊരു വലിയ ആശ്വാസമാണ്. പക്ഷേ പ്രവചിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ജോലിയല്ല. ഒന്ന് അല്പം പാളിയാൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ വരും. എന്തായാലും ഇത്തവണ കൃത്യമായി തന്നെ അദ്ദേഹം തൻ്റെ പ്രഡിക്ഷൻ പൂർത്തിയാക്കിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.